ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വെച്ചിട്ട് ചമ്മന്തിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മത്തി എടുത്ത് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഫിഷ് മസാല എല്ലാം ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ ഒരു കുറച്ചെടുക്കുക, ചെറിയ ഉള്ളി സ്മോൾ ഒണിയൻ എടുക്കുക, ഒരു 5-6 എടുക്കുക, ഉണക്കമുളക് ഡ്രൈ ചില്ലീസ് ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് വാളംപുളി ടാമറിൻഡ് ഒരു ചെറിയ കഷ്ണം എടുക്കുക, സ്മോൾ പീസ്, പിന്നെ കറി ലീഫ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പിടാം. മീൻ ഉപ്പിട്ട് വറുത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ബൗളിൽ ആദ്യം ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. മിക്സിയുടെ ബൗളിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ, കോക്കനട്ട്, ചെറിയ ഉള്ളി, പിന്നെ പുളി, കറിവേപ്പില, കുറച്ച് ഉണക്കമുളക് എടുത്ത് വെച്ചിരുന്നത്, പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം ആദ്യം ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത മത്തി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ തേങ്ങയെല്ലാം നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മത്തി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് മുള്ള് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. നമുക്കിനി അത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിലേക്ക് നമ്മുടെ മത്തി ഫ്രൈ ചെയ്തത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് മുള്ള് മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. എല്ലാം നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മത്തി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ മത്തി വെച്ചിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.